ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രത്യേക രൂപത്തിൽ കളർ ചെയ്യുന്നത് ഒരേ താളത്തിൽ ഒരു പ്രത്യേക മ്യൂസിക്കിൻ്റെ രീതിയിൽ എങ്ങനെയാണ് കളറ് ചെയ്ത് വികസിപ്പിക്കുന്നത്, അത് നിറഞ്ഞു വരുന്നത് എന്ന് ഞാനൊരു റീൽസായിട്ട് ചെയ്തിട്ടുണ്ട്. ആ മ്യൂസിക് ഇവിടെ ഉപയോഗിച്ചോളാം, കാരണം അത് കോപ്പിറൈറ്റിന് പ്രശ്നമുണ്ടാവും. ആ ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി മ്യൂസിക് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുത്താൽ ചിത്രം ഈ രൂപത്തിലാണ് ഉണ്ടാകുക. A4 പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. A4 പേപ്പറിൽ നമ്മൾ പതിവായിട്ട് ചെയ്യാറ് മധ്യബിന്ദു കാണാൻ 10.5 10.5 പോയിൻ്റ് ചെയ്ത് പിന്നീട് പ്രൊട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിനും പ്രധാനമായും പ്രൊട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ മധ്യബിന്ദു നമ്മൾ മിഡ് പോയിൻ്റ് തന്നെ വെച്ചതിന് ശേഷം 0, 60 60 120 180 വീണ്ടും തിരിച്ചു വെക്കുകയാണ്. അപ്പോൾ 0ഉം 180 അവിടെയുണ്ട്. നമുക്ക് വേണ്ടത് 60 120 60 120. അപ്പോൾ മധ്യബിന്ദുവിന് ചുറ്റും 6 പോയിൻ്റുകൾ. ആ 6 പോയിൻ്റുകളിലേക്ക് ഈ പ്രൊട്രാക്ടിൻ്റെ കർവ് ഉപയോഗിച്ചാണ് വരക്കുന്നത്. ഇപ്പോൾ മധ്യബിന്ദുവും ആ 60 ഡിഗ്രി പോയിൻറ്റും ചേർത്ത് വെച്ചാണ് വരക്കുന്നത്. പെൻസിൽ കൊണ്ടാണ് വരക്കുന്നത്, കാരണം അതിൻ്റെ മേലെ നമുക്ക് പോയിൻ്റ് ഇടേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, മിഡ് പോയിൻറ്റിൽ 0 ഡിഗ്രിയും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നേരത്തെ അടയാളപ്പെടുത്തിയ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. അവിടത്തേക്കാണ് വരക്കുന്നത്. ആ 0 മുതൽ 60 ഡിഗ്രി വരെയുള്ള ആ കർവാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു സർക്കിളിൻ്റെ കൃത്യം 1/6 ആണ്. 6-ലൊരു ഭാഗം മാത്രമേ നമ്മൾ വരക്കുന്നുള്ളൂ. ഓക്കെ, 6 ഭാഗത്ത് ഈ രൂപത്തിൽ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നേരത്തെ വരച്ചതുപോലെ തന്നെ മധ്യബിന്ദുവിൽ 0ഉം മറ്റേ അറ്റത്ത് 60ഉം 60ഉം വെച്ചതിന് ശേഷം ഓരോ 10 ഡിഗ്രിക്കും അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ 0ഉം 60 അവിടെയുണ്ട്, 10 20 30 40 50 വരെ. 60ഉം 0ഉം അവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 10 20 30 40 50 അങ്ങനെ 5 പോയിൻ്റാണ് നമുക്ക് ചെയ്യാനുള്ളത്. യെസ്, 6 ആ കർവിലും ഇതേ രൂപത്തിൽ നമ്മൾ പോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ ഓരോ 10 ഡിഗ്രി വ്യത്യാസത്തിലാണ് ചെയ്യുന്നത്. യെസ്, ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കുമ്പോൾ ആ മധ്യബിന്ദുവിൽ 0ഉം അതേമാതിരി മിഡ് പോയിൻറ്റിൽ അടുത്ത് നമ്മൾ ചെയ്ത അതിൻ്റെ അറ്റവും ആയിരിക്കും. യെസ്, പോയിൻ്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞ് ഇനി പ്രൊട്രാക്ടർ എടുത്തിട്ട് അടുത്ത ലൈൻ, അതായത് ആദ്യം നമ്മൾ 10 ഡിഗ്രി അടയാളപ്പെടുത്തി ആ പോയിൻറ്റും അതിൻ്റെ അറ്റവും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ആ ബന്ധിപ്പിക്കുന്നത് നേർരേഖയല്ല, പ്രൊട്രാക്ടറിൻ്റെ കർവാണ്. എന്ന് വെച്ചാൽ 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഭാഗം തന്നെയാണ് ആ വരക്കുന്നത്. യെസ്, അവിടെ 6ാമത്തെ വര വളരെ അതിനോട് അടുത്താണ് ഉണ്ടാകുക. അപ്പോൾ 5 എണ്ണം നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാം. യെസ്, ഇതാ ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ എത്തിച്ചേരുന്നെല്ലാം ഒരേ പോയിൻറ്റിലേക്കാണ്, അതിൻ്റെ അഗ്രബിന്ദുവിലേക്കാണ്. എന്നാൽ വരകൾ ഓരോന്നും തുടങ്ങുന്നത് ഓരോ 10 ഡിഗ്രി അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ നിന്നാണ്. അവസാനത്തെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് 5 എണ്ണം വരച്ചാൽ മതി. 6ാമത്തെ ഏറ്റവും ഒടുവിലുള്ളത് വരക്കണമെന്നില്ല, കാരണം നമ്മൾ കളർ ചെയ്യുമ്പോൾ ആ ചെറിയ 2 കളങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും.
ഇവിടെ നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ കർവ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ചെയ്യുന്നതും. അപ്പോൾ മധ്യഭാഗത്തൊരു പ്രത്യേക രീതിയിൽ വിടർന്ന് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേർരേഖയല്ല, കർവ് തന്നെയാണ്. ഇപ്പോൾ ബ്ലാക്ക് CD മാർക്കർ കൊണ്ടാണ് വരയ്ക്കുന്നത്. ഈ ബ്ലാക്ക് പോയിൻ്റ് ഇടേണ്ടത് കൊണ്ടാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പെൻസിൽ കൊണ്ട് വരച്ചത്. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞാൽ അത് വീണ്ടും ബ്ലാക്ക് പെർമനൻ്റ് മാർക്കർ കൊണ്ട് CD മാർക്കർ കൊണ്ട് നമുക്ക് വരയ്ക്കാം. ഈ അവസാനത്തെ കർവ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്നില്ല. കാരണം അവസാനത്തെ 2 കളങ്ങൾ ഒരുമിച്ച് ഒറ്റ കളറിൽ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ആ ഒരു കർവ് വേണമെന്നില്ല. അത് കളർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യഘട്ടം ആ ഉൾഭാഗത്തുള്ള മുഴുവനും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. നമ്മൾ ആ കർവ് വെച്ചതുപോലെ തന്നെ ഒരറ്റത്ത് 0-ഉം മറ്റേ അറ്റത്ത് 60 ആണ്. അവിടെയും 10, 20, 30, 40, 50 വരെ 60ഉം 0ഉം അവിടെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ വെക്കുക. 10, 20, 30, 40, 50. അപ്പോൾ ആ വരയുമ്പോൾ തന്നെ വെക്കരുത്. ലേശം പുറത്തേക്ക് വെച്ചാൽ മാത്രമേ അവിടെ നമ്മൾ പോയിൻ്റ് കാണൂ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 10, 20, 30, 40, 50. ഓക്കെ, അത് എല്ലാ ഭാഗത്തും 6 ഭാഗത്തും അത് തന്നെ ആവർത്തിക്കുക. അപ്പോൾ അറ്റത്തുള്ള ആ കർവിൽ ഓരോ 10 ഡിഗ്രി അടയാളം വന്നു കഴിഞ്ഞു. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ 0 ഒരറ്റത്തും 60 ഡിഗ്രി ആ അറ്റത്തും മധ്യബിന്ദു ആ 3 പോയിൻറ്റും കറക്റ്റായി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, 0 ഡിഗ്രി, 60 ഡിഗ്രി പ്രൊട്രാക്ടറിൻ്റെ മധ്യബിന്ദു. എന്നിട്ട് പോയിൻ്റ് ഇടുന്ന പുതിയ പോയിൻ്റ് ഇടുന്ന എവിടെയാണെന്ന് നോക്ക്, 180 ഡിഗ്രിയിലാണ്. 180 ഡിഗ്രിയിലാണ് പുതിയ പോയിൻ്റ് ഇടുന്നത്. അപ്പോൾ നേർരേഖയിൽ അവിടുന്ന് കറക്റ്റ് പറഞ്ഞാൽ മധ്യബിന്ദുവിൽ നിന്നും 10 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഇടുന്ന പോയിൻ്റ്, അതും നേർരേഖയിൽ. യെസ്. അപ്പോൾ വേണമെങ്കിൽ ഒരു സ്കെയിൽ വെച്ച് നേരെ ചെയ്യാൻ കിട്ടും നമുക്ക് 10 സെൻറ്റിമീറ്റർ അകലത്തിൽ. അപ്പോൾ 6 പോയിൻ്റ് ചുറ്റും വന്നു കഴിഞ്ഞു. ഇനി അതും ആ കർവും നമ്മൾ പ്രൊട്രാക്ടർ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതാ നോക്കിക്കോ, ഇതാ പുതിയ പോയിൻ്റ് എവിടെയാണോ ഇട്ടത് അവിടം വരെ മാത്രമേ വരക്കുന്നുള്ളൂ. യെസ്. രണ്ടാമത്തത് നമ്മൾ ഓരോ 10 ഡിഗ്രിയും അടയാളപ്പെടുത്തി അതിൽ ഇവിടെയാണ് വരക്കുന്നത്. അപ്പോൾ എത്തിച്ചേരുന്നത് മുഴുവൻ ഒരു പോയിൻ്റിലാണ്, ഒറ്റ പോയിൻ്റിലാണ്. തുടങ്ങുന്നത് ഓരോന്നും 10 ഡിഗ്രി വ്യത്യാസത്തിൽ താഴോട്ട് വരികയാണ്. യെസ്. ഇതുപോലെ 6 ഭാഗത്തും ഒന്നും കൂടെ നോക്കുക. ഇത് ഇങ്ങനെയാണ് വെക്കുന്നത്. നമ്മൾ പോയിൻ്റ് എവിടെയാണോ അടയാളപ്പെടുത്തി അവിടം വരെ മാത്രമാണ് ആദ്യത്തെ വര, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ മറ്റെല്ലാ വരകളും ആ പോയിൻ്റിലേക്ക് എത്തിച്ചേരും. One, 2, 3, 4, 5. Yes.
അടുത്തതും അതുപോലെ തന്നെ. അപ്പോൾ പ്രൊട്രാക്ടർ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരറ്റത്ത് 0, മറ്റേ അറ്റത്ത് മധ്യബിന്ദുവാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. എവിടെയാണോ ആ 10 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള പോയിൻ്റ് ഇട്ടത് അവിടത്തേക്കാണ്. അപ്പോൾ 6 വശത്തും ഇങ്ങനെ ഒന്ന് വളഞ്ഞ കൊക്ക് പോലെ ഇങ്ങനെ കാണും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരേ ദിശയിലേക്കാണ് പോകേണ്ടത്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ എല്ലാം ക്ലോക്ക് വൈസിലേക്ക്, ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ അങ്ങനെ. ഓരോ 10 ഡിഗ്രി പോയിന്റിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക്, ഒറ്റ പോയിന്റിലേക്ക് എത്തിച്ചേരുവാണ് മുഴുവൻ. യെസ്, ഇത് പ്രൊട്രാക്ടറിൻ്റെ ആ വക്ക് ഉപയോഗിച്ച് വരയ്ക്കുന്നതായതുകൊണ്ട് ചെറിയ കുട്ടികൾക്കും ചെയ്തെടുക്കാം. ഒന്ന് മുതിർന്നവർ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി. ഈ പ്രാവശ്യം ഈ വെക്കേഷനിൽ കഴിയുന്നതും ചെറിയ കുട്ടികളും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ഉള്ള കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ തനിച്ച് ചെയ്യാനാവില്ല. അപ്പോൾ അവിടെ രക്ഷിതാക്കളുടെ സഹായം ഒന്ന് വേണം. പിന്നീട് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ചെയ്തോളും. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതിന് സഹായിക്കാനും, പിന്നെ പ്രത്യേകിച്ചും പ്രൊട്രാക്ടറൊന്നും അവർക്ക് പരിചയമില്ലാത്തതാണ്, ഏങ്കിൾ എടുക്കുന്നോ പരിചയമില്ലാത്തതാണ്. അപ്പോൾ അവിടെയൊക്കെ മുതിർന്നവരുടെ, ഇനി രക്ഷിതാക്കൾ പിന്നെ ജോലി തിരക്കിലാണെങ്കിൽ വീട്ടിൽ മുതിർന്ന കുട്ടികളുണ്ടെങ്കിലും UPയിലോ ഹൈസ്കൂളിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ 6 ഭാഗത്തും ആ പറഞ്ഞ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ. അവിടെ 0 മുതൽ 60 വരെ 10, 20, 30, 40, 50, 60 വരെ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ കൂടുതലുണ്ട് നമുക്ക്, പക്ഷേ 60 ഡിഗ്രി വരെയേ ചെയ്യണ്ടൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ആ വര വരിക. എന്താ, ആ പോയിന്റിൽ നിന്ന് അവിടത്തേക്ക്, അതേ പോയിന്റിൽ നിന്ന് തന്നെ 2ാമത്തെ പോയിന്റിലേക്ക്, യെസ്, 3ാമത്തെ പോയിന്റിലേക്ക്, ഒരൊറ്റ പോയിൻ്റിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. താഴോട്ട് വരുമ്പം 10 ഡിഗ്രി വ്യത്യാസത്തിലുള്ള ആ പോയിന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. യെസ്, അടുത്തത് ഓക്കെ, ഈ രൂപത്തിലാണ്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 0 ആ അറ്റത്തായിരിക്കണം. 10, 20, 30, 40, 50, 60. 60 വരെയേ അടയാളപ്പെടുത്താവൂ. കൂടുതൽ അവിടെ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 60 ഡിഗ്രി വരെ മാത്രം. 60 ഡിഗ്രിയിലേക്ക് വരയ്ക്കുന്ന അടുത്ത 10 ഡിഗ്രി വ്യത്യാസത്തിന് ഓരോന്നായിട്ട് വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത് എല്ലാം പുറപ്പെടുന്ന ഒരൊറ്റ പോയിന്റിൽ നിന്നാണ്, ഒരേ പോയിന്റിൽ നിന്നാണ് പുറപ്പെടുന്നത്. പക്ഷേ എത്തിച്ചേരുന്നത് ഓരോ 10 ഡിഗ്രി വ്യത്യാസത്തിലാണ്. യെസ്, ഒരു 10 ഡിഗ്രി 60 ഡിഗ്രി വരെയാണ് അടയാളപ്പെടുത്തേണ്ടത്. 70, 80 ഒന്നും അടയാളപ്പെടുത്തി പോകരുത്.
യെസ്, ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. കൃത്യമായിട്ട് കാണുന്ന രൂപത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. 10, 20, 30, 40, 50, 60. ഓരോ 10 ഡിഗ്രി വ്യത്യാസത്തിലുള്ള പോയിന്റിലേക്ക് താഴ്ത്തി വരയ്ക്കുകയാണ്. പുറപ്പെടുന്നത് മുഴുവൻ ഒരൊറ്റ പോയിന്റിൽ, ആ അഗ്രബിന്ദുവിൽ നിന്ന്, അവിടെ നിന്നാണ് വിരിഞ്ഞ് വരുന്നത്. യെസ്, അവിടെയും 60 ഡിഗ്രി വരെ മാർക്ക് ചെയ്ത്. ഇതിൻ്റെ സൗകര്യം ഇതാണ്, നമ്മൾ മാർക്ക് ചെയ്യുന്നതും വരക്കുന്നതും ഒക്കെ പ്രൊട്രാക്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഈ 5 സെൻറ്റിമീറ്ററുള്ള ബോക്സിലുള്ള പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപകാരമുള്ള സാധനങ്ങളാണ്. വെറും കോണളക്കാൻ മാത്രമല്ല, നമുക്കിങ്ങനെയുള്ള വളരെ രസകരമായ ചിത്രമൊക്കെ ഇതിൻ്റെ സഹായത്തോടു കൂടി വരച്ചെടുക്കാൻ, ചെറിയ കുട്ടികൾക്ക് പോലും. അവിടെയും മാർക്ക് ചെയ്യാണ്. 10, 20, 30, 40, 50, 60 വരെ. യെസ്, ഈ ഒരു വരയോടുകൂടി നമ്മളെ വര, ആ ചിത്രത്തിൻ്റെ ഗ്രാഫ് പൂർത്തിയാകും. പിന്നീട് കളറിംഗ് ആണ്. ഇത് ചിത്രം പൂർത്തിയായാൽ, ആ വര, ഗ്രാഫ് പൂർത്തിയായാൽ ഇത് ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഡോംസിൻ്റെ ബ്രഷ് പെൻ സെറ്റ്, ഡാർക്ക് സെറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ പലരും ഇങ്ങനെ വാട്സപ്പിൽ ചോദിക്കുന്ന ഏത് കളറാണ് ഉപയോഗിക്കുന്നത് എന്ന് വീണ്ടും ഇന്നും ഒരു ടീച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ബോക്സ് അങ്ങനെ തന്നെ കാണിച്ചത്. കളർ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മേലെയുള്ള വരയോട് ചേർന്നാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ പേപ്പർ തിരിച്ച് വെച്ചത് അതേപോലെ മേൽഭാഗത്ത് തന്നെ ആണ് ഷാർപ്പായി ചെയ്യാനാവുക. അപ്പോൾ അതേ സമയം തന്നെ താഴെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകും, പാളിപ്പോകും. അപ്പോൾ ചിത്രം പൂർത്തിയായാൽ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ ഓരോ കളറും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ കാണിക്കാം. ആദ്യം ഓരോന്നായിട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കൊടുക്കുന്നത് വയലറ്റ് കളറാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, 2 കളർ ഒന്നിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ വരച്ചിട്ടില്ലെങ്കിലും ആ ഒരു വര വിട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ആ 2 വരകളും ചേർത്താണ് ആ വയലറ്റിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ തീരെ ചെറുതായിപ്പോവും. അടുത്ത സെറ്റ് ലൈറ്റ് ബ്ലൂ ആണ്. വയലറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതെടുത്തത് ലൈറ്റ് ബ്ലൂ. ഈ പൊട്ടി വിരിയുന്ന ആ താളത്തോടു കൂടിയുള്ള നിങ്ങൾ ഷോർട്ട് വീഡിയോ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിലേറ്റവും രസകരമായി എങ്ങനെയാണ് വിരിഞ്ഞ് വരുന്നതെന്ന് കാണുന്നുണ്ട്. എനിക്ക് ആ മ്യൂസിക് ഇതിലേക്ക് ഇടാൻ പ്രയാസം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും, വീഡിയോന് പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണ്. യെസ്, അടുത്തത് റോസ് കളറാണ്. റോസ് കളർ. അപ്പോൾ ഇത് ഇങ്ങനെ ചിത്രീകരിച്ചത് ഓരോ 4 സെക്കൻഡ് വീഡിയോ പ്രത്യേകം പിടിച്ചിട്ടാണ്. ഓരോ 4 സെക്കൻഡ്, കൂടുതലല്ല. അത് ഒരേ ഫ്രെയിമിൽ വരാൻ വേണ്ടി വളരെ കൃത്യമായി പേപ്പർ വെക്കുകയും വേണം. പേപ്പർ ലേശം നീങ്ങിപ്പോയാൽ ഇത് ഇളകി കളിക്കുമ്പോൾ കാണും. അപ്പോൾ ഒരേ ഫ്രെയിമിൽ അതേമാതിരി കളർ കൊടുക്കുമ്പോഴും ഒരേ
രീതിയിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മുഴുവൻ ക്ലോക്ക് വൈസ് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അവസാനിക്കുന്ന റൊട്ടേറ്റ് ചെയ്ത് വരുന്ന രൂപത്തിൽ തന്നെ കൊടുക്കണം. ഇതാ ഇനി പുറത്തേക്കാണ് പോകുന്നത്. ഇതാ അവിടെയും കൃത്യമായിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് തന്നെയാണ് കൊടുക്കുന്നത് ഓരോന്നായിട്ട്. ഇതിൻ്റെ ഇടവേളയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കൃത്യം 4 സെക്കൻഡാണ്. ആ 4 സെക്കൻഡ് ഞാൻ ചുരുക്കി അത് 2 സെക്കൻഡിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഓരോന്നും നിങ്ങൾ 2 സെക്കൻഡാണ് കാണുന്നത്. അപ്പോൾ നടുക്ക് ആ വെള്ള നിലനിർത്തിക്കൊണ്ട് യെല്ലോ ആണ് കൊടുത്തത്. രണ്ടാം ഘട്ടം ഓറഞ്ചാണ് കൊടുക്കുന്നത്. ഓറഞ്ച് ഇരുവശങ്ങളിലും ഓറഞ്ച്. അവിടുന്ന് ആ രൂപത്തിൽ ബേസിക്കാണ്. അപ്പോൾ സാധാരണ കൊടുക്കുന്ന ആ കോമ്പിനേഷനൊന്ന് ഒഴിവാക്കിയതാണ്. ഇതാ അടുത്തത് റെഡ്. സാധാരണ നമ്മൾ ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ് എന്നുള്ള കോമ്പിനേഷനായിരുന്നു. അത് പതിവായിട്ട് കുറേ ചെയ്യുന്നതാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന മറ്റ് 2 കോമ്പിനേഷനാണ്. ഇനി ബ്രൗൺ അല്ല, ലൈറ്റ് ഗ്രീനാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് മാറ്റുകയാണ് നമ്മൾ. ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ അല്ല, ലൈറ്റ് ഗ്രീനാണ് എടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഗ്രീനിന് ശേഷം ഡാർക്ക് ഗ്രീനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നല്ലൊരു കോമ്പിനേഷനാണ്. ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ് കളർ ചെയ്താൽ നല്ല രസമുണ്ടാകും. ഇതാ അടുത്തത് ഡാർക്ക് ഗ്രീൻ. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇരുവശത്തുമില്ല. ആ വലിയ ഭാഗത്ത് ഒരു കളം മാത്രമേ ബാക്കിയുള്ളൂ. മറ്റത് ചെറുത് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു പുതിയ പരീക്ഷണം നടത്തിയേക്കുകയാണ്. ഡാർക്ക് ബ്ലൂ കൊടുക്കുകയാണ്. ഡാർക്ക് ബ്ലൂ. അപ്പോൾ ബ്ലാക്കും ബ്രൗണും ഈ പ്രാവശ്യം ഒഴിവാക്കി. അപ്പോൾ പകരം ഇങ്ങനെയൊന്ന് പരീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ തരത്തിൽ പരീക്ഷണം നടത്താം കളർ കൊടുക്കുന്ന രൂപത്തിൽ. യെസ്, ഇപ്പോൾ കംപ്ലീറ്റായി. ചിത്രം കംപ്ലീറ്റായി, മുഴുവനായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഓക്കെ, അത് ഒന്ന് സ്പീഡിൽ കാണിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്നു ആ മ്യൂസിക്. ഇത് വിരിയുന്ന ആ രൂപത്തിൽ തന്നെ കൃത്യമായ മ്യൂസിക്കാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് ഇതിൽ ആ മ്യൂസിക് ഇട്ടാൽ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാർ, ഈ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിൽ കാണിക്കേണ്ട ആൽബത്തിലേക്ക് ഒരു ചിത്രവും കൂടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.